പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി നടക്കാൻ പോണ കുറച്ച് ക്രേസി കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് ഹൊറർ ഏരിയാസിന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഏരിയയാണ്. ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ളൊരു എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്കേരിയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കേരിയാണ്. പിന്നെ അവിടെ ഒരു റാറ്റിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മരിച്ച റാറ്റ്. ഓക്കെ, സോ അത് ആ റാറ്റ് ടുമാറോ ആയപ്പം നെക്സ്റ്റ് ഡേ ആയപ്പം മിസ്സായി. കറക്റ്റ് ഇവിടെ ആയിരുന്നു, കറക്റ്റ് ഇവിടെ ബോഡി രണ്ട് റാറ്റുകൾ കണ്ടു. ഒന്ന് റോട്ടിൽ അവിടെ കിടക്കുന്നത്, അത് വെച്ചാൽ കാറൊക്കെ കയറിയിട്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ ഇല്ലാതാണ്. ഇവിടെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്കേരിയ. എനിക്ക് ആ ഏരിയ എന്തില്ല, അവിടെയാണ് വളരെ സ്കേരിയസ് ഏരിയ. പിന്നെ അവിടെ പോകുമ്പോൾ അവിടെ ഒരു ബി അങ്ങനെ കടിക്കാൻ വരും, ഒരു ബി മാത്രം. പിന്നെ ഗൈസ് അങ്ങോട്ടും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കാണാം. അവിടെ ആൾക്കാരുണ്ടോയെന്ന് പോലും അറിയില്ല. എല്ലാ നൈറ്റിലും അവിടെ ലൈറ്റ് അങ്ങ് ഓണാവും. പിന്നെ ഞങ്ങൾക്കറിയില്ല അവിടെ ആളുണ്ടോ ഇല്ലേന്നൊന്നും. അത് ഒരു ഏരിയയാണ്, പക്ഷേ ഞങ്ങളുടെ സസ്പെക്റ്റിലുള്ള ഞങ്ങളങ്ങനെ കാര്യമൊന്നും അറിയില്ല. ഞങ്ങളൊന്നും കണ്ണാക്കിയിട്ട് എടുക്കല്ലേ ഈ ഹൊറേഴ്സും. കാരണം ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങൾക്ക് അറിയാവുന്നത് ഈ ഗോസ്റ്റൊന്നും റിയലല്ല. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പിന്നീട് കൂടുതൽ പോയില്ല. സോ ഗൈസ്, എന്താ ആ വീടില്ലേ, അത് ഇന്നലെ ഫുള്ളി ക്ലോസ്ഡ് ആയിരുന്നു, ലോക്ക്ഡ് ആയിരുന്നു. സോ ഇന്ന് ഞാൻ ഒന്ന് സിംപ്ലി ഒന്ന് തിരിച്ച് നോക്കിയപ്പോൾ സെക്കൻഡ് സസ്പീഷ്യസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഹൗസ്. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രീകളാണ്, ട്രീസ്. ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വഴി നേരത്തെ പറഞ്ഞു പാർട്ട് 1 അതറിയെങ്കിൽ നിങ്ങൾക്ക് ഇതറിയുണ്ടാവും. ഇതാ ഈ വഴി. ഇവിടുന്ന് ചില ടൈമിൽ ഒരുമാതിരി സൗണ്ടൊക്കെ കേൾക്കാം നമുക്ക്. ഒരുമാതിരി ലൈക്ക് ഒരു ഇങ്ങനത്തെ സൗണ്ട് എനിക്ക്. സോ അത് ഫുള്ള് ഡാർക്ക് ആട്ടോ, അത് പറ്റൂല. ഓക്കെ, വാ വാ വാ, come on. സോ അവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫിഫ്ത്ത് ടെലിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. കാരണം ഇപ്പം അവിടെ ലൈറ്റ് ഉണ്ട്, ഇപ്പം അവിടെ സീനില്ല. ഇന്നലെ പറയണ്ടാണ് ഇവൻ തന്നെ അവിടെ പോയി ഹൈഡ് ചെയ്തേക്കുമായിരുന്നു. ഞങ്ങൾ ആ ട്രക്കിന്റെ മേലെ അത് മാറി. അപ്പോൾ അവനവിടെ ഹൈഡ് ചെയ്ത്, അത് ഒറ്റക്ക് നമുക്ക് ബിലീവ് ചെയ്യാൻ കഴിയുമോ ഇവനവിടെ ഹൈഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ? അത് ഭയങ്കര ഡാർക്കായിരുന്നു. ഡാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ വളരെ ഡാർക്കർ ഏരിയയാണ് ഗൈസ്. അപ്പോൾ അവിടെ അവനെ ഒറ്റക്ക് ഹൈഡ് ചെയ്ത്, എന്നിട്ട് ഞാൻ അവനെ ഫൈൻഡ് ചെയ്ത്. ഞാൻ വിചാരിച്ച് ഇവൻ എന്താ നമ്മുടെ സ്നൈപ്പർ ബോയ് അവൻ്റെ കൂടെ കാണുന്നുണ്ട്, പക്ഷെ അവനവിടെ കൂടെ ഇല്ല. അതാണ് ദ ബെസ്റ്റ് സീക്രട്ട്. ഇനി വാ, ഞാൻ കാണിച്ചു തരാം. ആ ഏരിയക്ക് നമ്മളങ്ങനെ പോയില്ല, കാരണം അവിടെ അത്ര സേഫ് ആയിട്ടില്ല. ഇതിൻ്റെ ടോർച്ചത്തെ ചാർജൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഞാൻ പറയാം. എനിക്കുണ്ട് ചാർജ്. അങ്ങോട്ട് നോക്ക് നിങ്ങൾ, ആ ഏരിയ വളരെ പേടിപ്പെടുത്തും. പിന്നെ അവിടെ ഒരു കാറ് ഇയറായിട്ടും പൂട്ടി കിടക്കേണ്ട ഒരു കാർ അല്ല, ഇതൊക്കെ തന്നെയാണ് സ്നൈപ്പർ ബോയ്. എനിക്ക് എന്താ പറയാനുള്ള കാറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അത് നല്ല സസ്പീഷ്യസ് ആയിരിക്കും. ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു ആശ്വാസം ഈ മന്തിക്കട ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാം. കാരണം അങ്ങോട്ടൊന്ന് കാണിച്ചു, അങ്ങോട്ട് കാണിക്ക്. ഇപ്പോൾ ഈ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്കറിയും. ഞാൻ ഓഫ് ചെയ്യട്ടെ? വേണ്ട, ഓഫ് ചെയ്യണ്ട. ലൈക്ക് ലുക്ക് ഗൈസ്, ലുക്ക്, ലൈക്ക് നോട്ട് ഈവൻ കിഡിങ്, ലുക്ക്. ഓഫ് ചെയ്യാൻ കഴിയുമോ? സ്നൈപ്പർ ബോയ്, ആ ചേട്ടാ, ലുക്ക് ദാറ്റ്. അവിടെ വളരെ ഹൊറർ. Look at that. That's why we on the flipping flashlight. ഓക്കെ ഗൈസ്, ഇതാണ് ഇവിടെ നിൽക്കുന്ന ഇവിടെ വളരെ ഇവിടെ വലിയ കടയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അവിടുത്തെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ടാകട്ടെ. സോ ഏറ്റവും കൂടുതൽ സസ്പീഷ്യസ് അത് നമ്മുടെ ഈ വീടാണ് ഏറ്റവും സസ്പീഷ്യസ്. See the cat. Like you cannot see, now you can see it. It's not even. നീ ട്രൈ നോക്കിനി സ്നൈപ്പർ ബോയ്. Oh my days. It is looking like look. Scary bro. Like look. Oh my god. It is going to scary. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യാണ്? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് പാർട്ട്. ബൈ.